നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിലേക്ക് സുരേഷ് ഗോപിയുടെ ആദ്യ വരവ്. കേന്ദ്ര സഹമന്ത്രിയായ ശേഷമുള്ള ആദ്യ വരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വരവായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കണ്ണൂർ, കോഴിക്കോട് സന്ദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് സുരേഷ് ഗോപി തൃശൂരിലെത്തും എന്ന് പ്രവർത്തകർ അറിഞ്ഞു. ഇതോടെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളായിരുന്നു പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. കൂട്ടത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ ഏവരും എത്തി. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം എത്തിയത്. അതോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തിന് നേർക്ക് പൂക്കൾ വിതറി സ്വീകരണം നടത്തി. ഇന്റർസിറ്റി എക്സ്പ്രസിൽ വൈകിട്ട് 6:40 അദ്ദേഹം എത്തിയത്. സുരേഷ് ഗോപിയെ താമരമാല അണിയിച്ചും കതിർക്കറ്റ നൽകിയും ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കുകയായിരുന്നു. താമരമാലയും കതിർക്കറ്റയും ഏറ്റുവാങ്ങി പ്രവർത്തകർക്കിടയിലൂടെ സ്റ്റേഷന് പുറത്തെത്തിയ അദ്ദേഹം ബിഷപ്സ് ഹൌസിലേക്കാണ് ആദ്യം പോയത്. കൽദായ സഭയുടെ ബിഷപ്പ് ഹൌസിൽ അദ്ദേഹം എത്തി. മാർ അപ്രൈമിന്റെ ശതാഭിഷേകാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. കേക്ക് മുറിച്ചു, മധുരം പങ്കുവച്ചു. സന്ദർശക ഡയറിയിൽ സ്നേഹം എന്നും എന്നെഴുതി അദ്ദേഹം ഒപ്പുവെച്ചു. വൈകിട്ട് വടക്കുനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് പൊന്നാട അണിയിച്ച് കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി, വൈസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ഫാദർ കെ.ആർ. ഇനാശു, ഫാദർ ജാക്ക് സ്റ്റാൻലി, ഫാദർ ജിനു ജോസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചു. തുടർന്ന് പോലീസ് അകമ്പടിയോടെ രാമനിലയത്തിലേക്ക്. 1 മണിക്കൂറിന് ശേഷമാണ് വടക്കുനാഥ ക്ഷേത്രത്തിലെത്തി അദ്ദേഹം ദർശനം നടത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കല്യാശ്ശേരിയിലെ നായനാരുടെ വീടായ ശാരദാദാസിലെത്തിയിരുന്നു. രാവിലെ മുതൽ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും തിരക്കായിരുന്നു ആ വീട്ടിൽ. ഏറെ ആത്മബന്ധമുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി വീട്ടിലെത്തുന്ന ആഹ്ലാദം ശാരദ ടീച്ചർ പ്രകടിപ്പിക്കുകയുണ്ടായി. ശാരദ ടീച്ചറിന്റെ മകൻ കൃഷ്ണകുമാറും രണ്ടാമത്തെ മകൻ വിനോദിന്റെ മകൻ ഉണ്ണി കെ നായനാരും തിരുവനന്തപുരത്ത് നിന്നും വീട്ടിലെത്തിയിരുന്നു. ഉച്ചയ്ക്ക് 1:10 സുരേഷ് ഗോപി എത്തിയത്. കേറി വാ സുരേഷ് എന്ന് പറഞ്ഞ് ടീച്ചർ നടുത്തളത്തിൽ നിന്നും എഴുന്നേറ്റ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. ശാരദ ടീച്ചറുടെ കാൽ തൊട്ട് വന്ദിച്ച് കെട്ടിപ്പിടിച്ചു. എന്റെ അമ്മയാണ്. കയ്യിൽ കരുതിയ മധുര പലഹാരം സുരേഷ് ഗോപി ഇവർക്ക് നൽകി. ഇരുവരും പരസ്പരം മധുരം നൽകി. കൈ തുടയ്ക്കാൻ തൂവാല നൽകിയപ്പോൾ നല്ല ചുവപ്പാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടച്ചിരി ഉണർന്നു. ഇനി നമ്മളെ ഒറ്റയ്ക്ക് വിടണം, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് ശാരദ ടീച്ചറെയും കൂട്ടി അടുത്ത മുറിയിലേക്ക് പോയി. ശാരദ ടീച്ചർ എഴുതിയ ഓർമ്മകളിൽ എന്റെ പ്രിയ സഖാവ് എന്ന പുസ്തകം സുരേഷ് ഗോപിക്ക് നൽകി. എന്തായാലും ശാരദ ടീച്ചറിന്റെ വീട് സന്ദർശിച്ചതൊക്കെ വലിയ വാർത്തയായതാണ്. ആത്മബന്ധമുള്ള വീടാണ് എന്നാണ് പറഞ്ഞ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. മാത്രമല്ല മാരാർജി ഭവനൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സന്ദർശനം നടത്തിയിരുന്നു. തളി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. അങ്ങനെ സുരേഷ് ഗോപിയുടെ സന്ദർശനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം പരിപാടികളൊക്കെ റദ്ദാക്കിയിരിക്കുകയാണ്. കുവൈറ്റിൽ മരിച്ചവരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുകയാണ്. അപ്പോൾ മൃതദേഹം സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടികളൊക്കെ റദ്ദാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.